ഹലോ കൂട്ടുകാരെ, ഈ ഒരു കണ്ടൻറ്റിലൂടെ നമുക്ക് ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ മിഷൻ എന്താണ്, അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷനിൽ വരുന്ന കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കാം. എഗെയിൻ ഇവിടെ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ജേണിയും യൂണീക്കായിട്ടുള്ള ജേണിയാണ്. അപ്പം അതാത് സോൾ കോൺട്രാക്ട്സിൻ്റെ അനുസരിച്ചും അതാത് കാർമിക് കോൺട്രാക്ട്സിൻ്റെ അനുസരിച്ചായിരിക്കും ഓരോ ട്വിൻ ജേണിയും മുമ്പോട്ട് പോകുന്നതും അസെൻഷനിൽ അതിൻ്റെ കംപ്ലീഷനിൽ എത്തുന്നതും. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റിൽ ഇൻഡിവിജ്വൽ ജേണിയിൽ, അതായത് ഈ കണ്ടൻറ്റിൽ പറയാൻ പോകുന്നത് ഇൻഡിവിജ്വലായിട്ടൊരു ജേണി ഉണ്ടെങ്കിലും ആ ഒരു ഇൻഡിവിജ്വൽ ജേണിയുടെ കാർമിക് ക്ലിയറൻസ് ആണെങ്കിലും അസെൻഷൻ ആണെങ്കിലും കളക്റ്റീവായിട്ടുള്ള ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിൽ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് മദർ എർത്തിൻ്റെ അസെൻഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ജേർണീനെ ഒരു യൂണിക് ജേർണിയായിട്ട് കാണുമ്പോഴും ഒരു യൂണിക് ജേർണിയായിട്ട് എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴും അത് കളക്റ്റീവ് ജേർണിയിൽ എല്ലാ ഹ്യൂമൻ ഇൻകാർണേഷൻ്റെയും കളക്റ്റീവായിട്ടുള്ള ജേർണീസിൽ സോൾ ലെവലിൽ ആ ഒരു ഹീലിംഗ് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രമാണ് ഫസ്റ്റ് വേവ് എന്ന്, സെക്കൻഡ് വേവ് എന്ന്, തേർഡ് വേവ് എന്ന്, ഫോർത്ത് വേവ് എന്ന് ട്വിൻ ഫ്ലെയിംസിനെ കളക്റ്റീവിൽ തരം തിരിച്ചിരിക്കുന്നത്. ഇത് എഗെയിൻ എത്രത്തോളം നമ്മൾക്ക് മനസ്സിലാകുമോ, എത്രത്തോളം നമ്മളുടെ ജേർണിക്ക് ഇത് ആപ്റ്റ് ആകുമോ അത്രത്തോളം മാത്രം എടുക്കുക. അപ്പോൾ ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് 2015 അതിനു മുമ്പായിട്ട് അവേക്കനിങ്ങിലേക്ക് വന്ന ട്വിൻ ഫ്ലെയിംസ് ആണ്. അതായത് കുറേ വീഡിയോസിലൊക്കെ നമുക്ക് ഇനീഷ്യൽ ഡേയ്സിൽ കേൾക്കുമ്പോൾ 2011 തൊട്ടിങ്ങോട്ടാണെന്നൊക്കെ പറയും. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2015 അതിനു മുമ്പായിട്ട് അവേക്കനിങ്ങിലേക്ക് വന്നവരാണ്. അതായത് ഞാൻ ഈ ഒരു ജേർണിയിലാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഞാനൊരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലാണെന്ന് മനസ്സിലാക്കി സ്പിരിച്വൽ പ്രാക്ടീസസ് സ്റ്റാർട്ട് ചെയ്ത സോൾസ് ആയിരിക്കും ഫസ്റ്റ് വേവ് ഓഫ് ട്വിൻ ഫ്ലെയിംസിൽ വരുന്നത്. ഫസ്റ്റ് വേവ് ഓഫ് ട്വിൻ ഫ്ലെയിംസിൻ്റെ മേജറായിട്ടുള്ള ഒരു ടാസ്ക്, കളക്റ്റീവ് ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റിനെ ഹ്യൂമാനിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതായത് സോൾ ലെവലിലുള്ള ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രെയിനിലേക്ക് അക്സെപ്റ്റൻസിലേക്ക് വരിക. അത് ഈസി അല്ലായിരുന്നു. കാരണം അതിനു മുമ്പ് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും, ഭൂമിയിൽ ഉണ്ടെങ്കിൽ പോലും അത് പറഞ്ഞ് കേൾക്കുകയോ അല്ലെങ്കിൽ കളക്റ്റീവായിട്ടൊരു എനർജിയിലേക്ക് അത് ട്രാൻസ്മ്യൂട്ട് ആവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഫസ്റ്റ് വേവ്സിലുള്ള ട്വിൻ ഫ്ലെയിംസിന്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസ് എപ്പോഴും ഒരു ഈഗോ ബേസ്ഡ് എനർജിയിലായിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മൾ ഹീലാകുമ്പം ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഇവിടെ എപ്പോഴും ലോജിക്കലായിട്ടുള്ള ഒരു തിങ്കിങ്, ഒരു ഹെഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഒരു മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെ ഈ ഒരു ജേർണീനെ കാണാൻ ശ്രമിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരുന്നവരായിരുന്നു കളക്റ്റീവായിട്ട് ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. ഇവർ ലോങ് ടേമിൽ ഒരു റിലേഷൻഷിപ്പ്, പെർട്ടിക്കുലർലി ഒരു ലവ് റിലേഷൻഷിപ്പ്, അതിപ്പം കമ്മിറ്റ്മെൻ്റ് ആവാം, അതിപ്പം ഒരു മാരേജൊക്കെ ആവാം, അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിന്നുകൊണ്ട് തന്നെ ഈ ജേർണീനെ കംപ്ലീറ്റ് ചെയ്യുന്നവരായിരിക്കും. അതായത് ഇവരുടെ കർമ്മ കൂടുതലായിരിക്കും. ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഹെവി കർമ്മ ബാഗേജ് ആയിരിക്കും. അതിനെ ക്ലെൻസ് ചെയ്യാനായിട്ട്, അതിനെ ഹീൽ ചെയ്യാനായിട്ട് മേ ബി അവർക്ക് ഈ ഒരു ജന്മം മതിയാവത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കൈൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കും ഓൾറെഡി ഉള്ളത്. അതേപോലെ തന്നെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ചുറ്റുമുള്ള ഹെവി കാർമിക് ബാഗേജിനെ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകേണ്ടി വരും. അതായത് ഈ കാർമിക് ബാഗേജസ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഹെഡ് ഓറിയൻറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈഗോ ബേസ്ഡിൽ ആലോചിക്കുന്നത് കൊണ്ട് തന്നെ പല കർമ്മയും കഴിഞ്ഞിട്ടും അവരുടെ ഫ്രീ വിൽ ഉപയോഗിച്ച്
ഹോൾഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഫസ്റ്റ് വേവ്സിലുള്ള ട്വിൻ ഫ്ലെയിംസ് ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട്. ഈ കർമ്മ എന്ന് പറയുമ്പം മേ ബി അവരുടെ ജോലിയാവാം, ചുറ്റുമുള്ള അതർ റിലേഷൻഷിപ്സ് ആവാം, അവർക്ക് അതായത് അവരുടെ മക്കൾ ആവാം. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ഒരു കാർമിക് കോൺട്രാക്ട്സ്, എക്സ്ട്രീംലി ഒരു കാർമിക് ബാഗേജിലൂടെ ആയിരിക്കും. എഗെയിൻ ആൻഡ് എഗെയിൻ സെയിം ലൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ ഈ ജേർണിയിൽ ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഫസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ ആ ഫസ്റ്റ് വേവ്സിലുള്ള ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷനിലായിരിക്കും അവർ ഓൾറെഡി ഒരു ലോങ് ടൈം പാർട്ട്ണർ, ഒരു ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇവരുടെ ഒരു കാർമിക് ബാഗേജസിൻ്റെ ക്ലിയറൻസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ആ ലൈഫിലുള്ള ലൈഫ് പാർട്ട്ണർ ആയിരിക്കും. അതായത് അത് എഗെയിൻ ഒരു സോൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും അത്രയ്ക്കധികം സപ്പോർട്ടീവായിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറിൻ്റെ കൂടെ അതർ കാർമിക് ബാഗേജസ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ ലൈറ്റ് ഹ്യൂമാനിറ്റിയിലേക്ക്, മദർ എർത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മേജർലി ഇവരുടെ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് അവർ ആ ഒരു കാർമിക് ബാഗേജിനെ ക്ലിയർ ചെയ്യുന്നതിന് അനുസരിച്ച് കളക്റ്റീവ്ലി അത് ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിലും അതിൻ്റെ റിഫ്ലക്ഷൻ വന്നുകൊണ്ട് തന്നെ ആ ലൈറ്റ് പതിയെ 3Dയിലേക്ക് കൊണ്ടുവരിക. അതാണ് മേജർലി കളക്റ്റീവായിട്ടുള്ള ഇവരുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇവരുടെ ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഏറ്റവും വലിയ ലൂപ്പ് എന്ന് പറയുന്നത് ഈഗോ ബേസ്ഡ് എനർജി തന്നെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ ലൈഫിലൊരു പാർട്ട്ണർ ഉള്ളത് കൊണ്ട് തന്നെ, ഒരു സോൾമേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ 3Dയിലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ യൂണിയൻ അല്ലെങ്കിൽ 3D പെർമനൻറ്റ് യൂണിയനെ അവർ ചൂസ് ചെയ്യാറില്ല. കൂടുതലായിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ഈ ഒരു അസെൻഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് വേവ്സിൽ വരുന്നത് 50+, 60+, 70+ലുള്ള ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കും. അതായത് ആ ഒരു ഏജ് ഗ്രൂപ്പിലേക്ക് ഈ ഒരു ഹ്യൂമൻ ഇൻകാർണേഷനിൽ വന്നു കഴിഞ്ഞിട്ടായിരിക്കും അവർ ഈ ഒരു ജേർണിയിലാണെന്ന് റിയലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലാണെന്ന് റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ എഗെയിൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മേ ബി അവർക്കിനിയും 1-2 ഇൻകാർണേഷൻസ് കൂടെ എടുക്കേണ്ടി വരും. അതായത് ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഫുള്ളി വരാത്തത് കൊണ്ട് തന്നെ, മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ലോജിക്കലി തിങ്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ടോട്ടലി 3Dനെ വിടാത്തത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിലുള്ള റെസ്പോൺസിബിലിറ്റീസിന് അവർ പ്രിഫറൻസ് കൊടുക്കും, അവരുടെ ലൈഫിലുള്ള അതർ റിലേഷൻഷിപ്സിന് അവർ പ്രിഫറൻസ് കൊടുക്കും, അവരുടെ ലൈഫിലുള്ള കാർമിക് ലൂപ്സിനെ ആസ് ഇറ്റ് ഈസ് ആയിട്ട് ആ ഒരു ലൂപ്സിലൂടെ കടന്നു പോയിക്കൊണ്ട് ലേണിംഗ് ചെയ്തുകൊണ്ട് പതിയെ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാനായിരിക്കും കളക്റ്റീവായിട്ട് ഈ ഒരു ട്വിൻ ഫ്ലെയിംസിനുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് വളരെ ബേസിക്കായിട്ടുള്ളൊരു കണ്ടൻറ്റ്, ഒരു ഇൻഫർമേഷൻ ഒരു ഫസ്റ്റ് വേവ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച്. കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് January 4th തൊട്ട് സ്റ്റാർട്ടാവുന്നുണ്ട്. അടുത്ത വർഷം, അതായത് അടുത്ത മാസം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സോൾസിന് ജോയിൻ ആവാവുന്നതാണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.